രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഉടൻ ആരംഭിക്കുമെന്ന ഖത്തർ പ്രഖ്യാപനത്തിനിടെ ഒരു ബന്ദിയുടെ കൂടെ മൃതദേഹം ഇസ്രയേലിന് കൈമാറി ഹമാസ്. അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലുമായി ധാരണയിലെത്തിയിട്ടില്ല എന്ന് ഈജിപ്തും വ്യക്തമാക്കി. ഒരു ബന്ദിയുടെ കൂടി മൃതദേഹം ഹമാസ് കൈമാറിയതായി ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട്. ഇതോടെ 27 ബന്ധുക്കളുടെയും മൃതദേഹം ഇസ്രയേലിന് ലഭിച്ചു. വടക്കൻ ഗാസയിലെ ബേത്ലാഹ്യയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. അവശേഷിച്ച ഒരു ബന്ദിയുടെ മൃതദേഹത്തിനായി തെരച്ചിൽ തുടരുകയാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം കൈമാറിയ 2 മൃതദേഹ ഭാഗങ്ങൾ ബന്ദികളുടേതല്ല എന്ന് ഇസ്രയേൽ ആരോപിച്ചു. ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ ഇന്നലെയും ആക്രമണം നടത്തുകയുണ്ടായി. ഖാൻ യൂണിസിലും റഫേലും നടത്തിയ ആക്രമണങ്ങളിൽ 3 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. റഫേൽ ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ 4 സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേലും കുറ്റപ്പെടുത്തി. ഇത് വെടിനിർത്തലിന്റെ ലംഘനമാണെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഇസ്രയേൽ സേന പറഞ്ഞു. ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ 54 നാളുകൾ പിന്നിടുമ്പോൾ 591 തവണയാണ് ഇസ്രയേൽ ലംഘിച്ചതെന്ന് ഗാസ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്കായി ഈജിപ്തിലേക്കുള്ള അതിർത്തി കവാടമായ റഫ തുറന്നേക്കുമെന്നാണ് ഇസ്രയേൽ അധികൃതർ സൂചന നൽകിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ദൌത്യ സംഘത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും അതിർത്തി തുറക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലുമായി ധാരണയിലെത്തിയിട്ടില്ല എന്ന് ഈജിപ്ത് അധികൃതർ പ്രതികരിച്ചിട്ടുണ്ട്. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ യുദ്ധക്കുറ്റം നടത്തിയെന്ന കാര്യം ഉറപ്പാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 ഗാസ സമാധാന പദ്ധതികൾക്ക് ഇസ്രയേൽ പാർലമെന്റ് അംഗീകാരവും നൽകി. പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് അവതരിപ്പിച്ച പ്രമേയം പാർലമെന്റ് ശരിവച്ചു. ഭരണകക്ഷി അംഗങ്ങൾ പക്ഷേ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം ഇന്ത്യയുടെ പിന്തുണയെന്നും പലസ്തീൻ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പലസ്തീനിലെ മനുഷ്യർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കണമെന്നും ഭീകരവാദത്തെ എപ്പോഴും അപലപിക്കണമെന്നും ഡൽഹിയിൽ നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിന് നൽകിയ സന്ദേശത്തിൽ മോദി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ പലസ്തീൻ അനുകൂലമായി 100 കണക്കിന് പ്രമേയങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും വാക്കുകളിൽ മാത്രമാണെന്ന് പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷവേഷ് പറഞ്ഞു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 70,000 കവിഞ്ഞതായി റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ച 2023 ഒക്ടോബർ 7 മുതലുള്ള കണക്കുകളാണ് ഇത്. വെടിനിർത്തലിന് ശേഷം ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ മാത്രം 300-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിനടുത്ത ബെനി സുഹൈലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സഹോദരങ്ങളായ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 11ഉം 8ഉം പ്രായക്കാരായ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസയെ ആക്രമിക്കുന്നത് ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 352 പേരാണ് വെടിനിർത്തലിന് ശേഷവും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഭീകരവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഇസ്രയേലിനോട് വെടിനിർത്തൽ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സമ്മർദ്ദം ചെലുത്താൻ ഹമാസ് മധ്യസ്ഥരെ സമീപിച്ചതായും വിവരങ്ങളുണ്ട്. അതേസമയം സിറിയയിലും ഇസ്രയേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്ന ഭീകരവാദ ഗ്രൂപ്പിലെ അംഗങ്ങളെ പിടികൂടാനാണ് ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഭീകരവാദികൾ സൈനികർക്ക് നേരെ വെടിയുതിർത്തുവെന്നും 6 പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ലബനനിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെ അഴിമതി കേസുകളിൽ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് മാപ്പപേക്ഷ സമർപ്പിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തനിക്കെതിരായ അഴിമതി കേസുകൾ രാജ്യത്തെ കീറിമുറിക്കുകയാണെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ഇതൊരു അസാധാരണമായ അഭ്യർത്ഥനയാണെന്നും അതിന് കാര്യമായ പ്രത്യാഘാതങ്ങളുണ്ടെന്നും പ്രസിഡന്റിന്റെ ഓഫീസിനറിയാം. പ്രസക്തമായ എല്ലാ അഭിപ്രായങ്ങളും ലഭിച്ച ശേഷം പ്രസിഡന്റ് ഉത്തരവാദിത്തത്തോടെ അഭ്യർത്ഥന പരിഗണിക്കും. നെതന്യാഹുവിന്റെ അപേക്ഷയിൽ ഇസ്രയേൽ പ്രസിഡന്റിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം ഇസ്രയേൽ പ്രസിഡന്റിന് കത്തെഴുതിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഔദ്യോഗിക മാപ്പപേക്ഷ എത്തുന്നത്. തനിക്കെതിരായ 6 വർഷം നീണ്ട അഴിമതി വിചാരണ അവസാനിക്കുന്നത് ഇസ്രയേലിന്റെ ദേശീയ താൽപര്യത്തിന് അനിവാര്യമാണെന്ന് നെതന്യാഹു ഇതിന് പിന്നാലെ ഇറക്കിയ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എനിക്കെതിരായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 1 ദശാബ്ദത്തോളമായി. ഈ കേസുകളിലെ വിചാരണ ഏകദേശം 6 വർഷമായി തുടരുകയാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണ് എന്നും നെതന്യാഹു പറഞ്ഞു. എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തനാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുക എന്നതാണ് തന്റെ താല്പര്യമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ സുരക്ഷാപരവും നയതന്ത്രപരവും ദേശീയ താല്പര്യങ്ങളും മറ്റൊന്നാണ് അവകാശപ്പെടുന്നത് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. അതോടൊപ്പം തന്നെ വലിയ അവസരങ്ങളുമുണ്ട്. ഭീഷണികളെ ചെറുക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ദേശീയ ഐക്യം ആവശ്യമാണ്. വിചാരണയുടെ തുടർച്ച നമ്മളെ ഉള്ളിൽ നിന്ന് കീറിമുറിക്കുന്നു.
അത് ഭിന്നതകൾ സൃഷ്ടിക്കുകയും പിളർപ്പുകൾ ആഴത്തിലാക്കുകയും ചെയ്യുകയാണ്. രാജ്യത്തെ മറ്റനേകം ആളുകളെ പോലെ എനിക്കും ഉറപ്പുണ്ട്, വിചാരണ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും വിശാലമായ അനുരഞ്ജനത്തിന് വഴിയൊരുക്കാനും വളരെയധികം സഹായിക്കുമെന്ന്. അത് നമ്മുടെ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ നെതന്യാഹുവിന്റെ മാപ്പപേക്ഷ തള്ളണമെന്ന് ഇസ്രയേലിലെ പ്രതിപക്ഷ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ദീർഘകാലമായുള്ള അഴിമതി വിചാരണ അവസാനിപ്പിക്കുന്നത് നിയമവാഴ്ചയെ തകർക്കുമെന്നും ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അദ്ദേഹത്തെ അനുവദിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. കുറ്റസമ്മതം, ഖേദപ്രകടനം, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുള്ള ഉടനടി വിരമിക്കൽ എന്നിവയില്ലാതെ പ്രസിഡന്റിന് നെതന്യാഹുവിന് മാപ്പ് നൽകാൻ കഴിയില്ല എന്നാണ് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.